ഹായ് ഫ്രണ്ട്സ്, ഈ ഫിലിം ആരംഭിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ വലിയൊരു മഹോത്സവം നടത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകളെല്ലാം മുഖം മറച്ചിട്ടായിരിക്കണം. അതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. അവർക്ക് മുന്നേ ജ്വാലാംബിക എന്ന് പറഞ്ഞൊരു ധീരവനിത അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ ശത്രുക്കളും ഉണ്ടായിരുന്നു. അവർ ഗർഭിണിയുമായിരുന്നു. ഒരു ശത്രുക്കളെല്ലാം ചേർന്ന് ഗർഭിണിയായ അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പീഡിപ്പിച്ചതിന് ശേഷം അവരെ ജീവനോടെ കത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ആ നാട്ടിൽ വലിയൊരു ദേവീ കോപമുണ്ടായി. അവിടെ ഏത് കുഞ്ഞുങ്ങൾ പ്രസവിച്ചാലും അവരെല്ലാം മരിച്ചു പോവുകയായിരുന്നു. കർമ്മം എന്ന പോലെ ദേവിയുടെ മുഖത്ത് അവർ ചെറിയൊരു തുണി പിടിച്ചു കിട്ടുന്നുണ്ടായിരുന്നു. ആ നാട്ടിലെ എല്ലാ സ്ത്രീകളും ഇതുപോലെ ഇനി മുഖം മറിച്ച് നടക്കണമെന്നായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു കുഞ്ഞുങ്ങളും മരിച്ചിട്ടുമില്ലായിരുന്നു. ശേഷം അവിടുത്തെ സ്ത്രീകളൊന്നും അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം കാണിച്ചുകൂടാ. ആണ് നമ്മുടെ കഥയിലെ നായിക. ഇവളുടെ പേരാണ് സുബ്ബലക്ഷ്മി. സുബ്ബുവും കൂട്ടുകാരി കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റുകൊണ്ട് ഇവളുടെ ഷാൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. തന്നെ അവൾ ആ ഷാൾ പിടിച്ച് നേരെ ഇടുകയും ചെയ്തു. പക്ഷെ അവളുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ആരെങ്കിലും അന്യപുരുഷന്മാർ ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇവർ സ്വയം ആത്മഹത്യ ചെയ്യണമെന്നാണ്. ഉള്ളിൽ മാത്രമേ ഇവർക്ക് ഷാൾ മാറ്റി ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അവൾ പതിവ് പോലെ വീട്ടിലെത്തി. അവളുടെ കല്യാണം അവളുടെ കളിക്കൂട്ടുകാരനുമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന ഈ സ്ത്രീയുടെ പേരാണ് രേണു. സുബ്ബുവിന്റെ ചിറ്റയാണ്. അവർ സിറ്റിയിലാണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താവിനോട് പറയാണ്, നമുക്ക് ഒരുമിച്ച് സുബ്ബുവിന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ പോകാമെന്ന്. ഭർത്താവ് പറയാണ്, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, നീ ഒറ്റയ്ക്ക് പോയിട്ട്. പൂനം അവളുടെ കളിക്കൂട്ടാൻ രഹസ്യമായിട്ട് ഒരു സ്ഥലമുണ്ടായിരുന്നു അവർക്ക് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കിയല്ലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതലേ അവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇന്ന് അവിടെ ചിറ്റയും മറ്റും വന്നിട്ടുണ്ടായിരുന്നു അവളുടെ കല്യാണം കൂടാൻ വേണ്ടി. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവിടെ ഉണ്ട്. കാട്ടി വെച്ച് ഭർത്ത മാറിയപ്പോൾ ആരോ അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മാസികയുടെ കവർ പേജ് ആയിട്ട് വരും. ഷോൾ മാറ്റി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തയാണെന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കല്യാണം വരെ മാറിപ്പോകാൻ പോവുകയാണ്. പക്ഷേ നാട്ടിലുള്ളവരെല്ലാം പറയുകയാണ് അവൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഫോട്ടോ വന്നതെന്ന്. ആരും സുബ്ബുവിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കുറ്റം പറയുകയാണ്. ഇതിന്റെ പേരിൽ സുബ്ബു നമ്മുടെ നിയമപ്രകാരം ആത്മഹത്യ ചെയ്യണമെന്ന് പറയുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് സുബ്ബുവിനെ റൂമിൽ പൂട്ടിയിടുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സുബ്ബു അച്ഛനും അവിടെ ഇരിക്കും. എല്ലാവരുടെ തീരുമാനപ്രകാരം സ്വയമേ കിണറ്റിലേക്ക് ചാടാൻ തീരുമാനിച്ചു. സുബ്ബു സ്വയമേ കിണറ്റിലേക്ക് ചാടിയതിനു ശേഷം വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ദേവിയുടെ മുന്നിലെ വിളക്കണയുകയും ചെയ്തു. നിന്നവർക്കെല്ലാം തോന്നി ദേവി ആഗ്രഹിച്ച അതല്ല, തീരുമാനം തെറ്റാണെന്ന് അവർക്കെല്ലാം തോന്നി. എല്ലാവരും കൂടെ ചേർന്ന് അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരും കൂടെ സഭ ചേർന്നൊരു തീരുമാനമെടുത്തു. അവിടെ സത്യസന്ധത അവൾ തന്നെ തെളിയിക്കണം. അവർ ഫോട്ടോഗ്രാഫറെ തപ്പി പോവുകയായിരുന്നു. ചിറ്റയുടെ ഒരു ഫ്രണ്ടായ അമീഷയും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു ഈ യാത്രയിൽ. കാണുമ്പോൾ അമീഷ എപ്പോഴും കളിയാക്കുന്നുണ്ടായിരുന്നു. ത്തിന് ശേഷവും അമീഷ കളിയാക്കുന്നുണ്ടായിരുന്നു സുബ്ബുവിനെ. ആദ്യമായിട്ടാണ് ഞാൻ ഈ വിചിത്ര ആചാരങ്ങളൊക്കെ കേൾക്കുന്നത്. ഭൂമിയിൽ വരെ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു സുബ്ബു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുബ്ബു അമീഷയും തമ്മിലുള്ള പിണക്കം മാറുകയും ചെയ്തു. പിന്നെ അവർ ഒരുമിച്ച് ഫോട്ടോഗ്രാഫറെ തപ്പിയുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു. പിന്നെ അവിടെ വെച്ച് അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ വിളിക്കുകയായിരുന്നു. പക്ഷെ അവിടെ അവന്റെ കല്യാണ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ച അവന്റെ അച്ഛനായിരുന്നു. ഇനി നീ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറയുകയും ചെയ്യുകയാണ്. അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന തന്നെ. സുബ്ബു അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടിട്ട് കുറച്ച് ആണുങ്ങൾ അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു. വണ്ടി കയറ്റി സുബ്ബുവിനെ അവർ കൊണ്ടുപോവുകയായിരുന്നു. എല്ലാവരുടെ പിന്തുടരുന്ന കണ്ടിട്ട് പെട്ടെന്ന് അവളെ വണ്ടിയിൽ ഇറക്കി വിടുകയായിരുന്നു താഴോട്ട്. ഭാഗ്യവശാൽ അവൾക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിട്ടുള്ളായിരുന്നു. സുബ്ബു വീട്ടിൽ ചെന്നതിന് ശേഷം അവൾക്കുണ്ടായ ദുരന്തത്തെ പറ്റി ഓർത്ത് ശരിക്കും അവൾ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം അവളൊരു തീരുമാനം എടുക്കുകയാണ്. ഷോൾ ഇട്ടും തന്നെ ഉപദ്രവിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. താൻ ഷോൾ ഇടുന്നതെന്ന് പറഞ്ഞ് അവൾ ആ ഷോൾ ഉപേക്ഷിക്കുകയായിരുന്നു. അമീഷയ്ക്ക് അഭിമാനം തോന്നുകയായിരുന്നു സുബ്ബുവിന്റെ ഈ തീരുമാനം ഓർത്ത്. ഇപ്പോൾ എടുത്ത തീരുമാനമാണ് നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുമായിരുന്നു അമീഷ. സുബ്ബുവിനും അത് ശരിയാണെന്ന് തന്നെ തോന്നുകയാണ്. താൻ ഇത്രയും നാൾ ജീവിച്ചത് ഒരു ജീവിതമേ അല്ല എന്ന് അവൾ മനസ്സിലാക്കും. അവൾ പറയുകയാണ് അവളുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഷോൾ ഇല്ലാതെ തന്റെ ഗ്രാമത്തിൽ പോകണമെന്നായിരുന്നു. ഒന്നും നോക്കാതെ തന്നെ അവൾ ഗ്രാമത്തിലേക്ക് എത്തി. എല്ലാവരും അവളെ തുറിച്ചു നോക്കുകയായിരുന്നു. ഈ സമയം തന്നെ സുബ്ബുവിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഈ ദിവസം തന്നെ അവൾ പ്രസവവേദന കൊണ്ട് കരയുകയായിരുന്നു. അവളുടെ ബോധം വരെ നഷ്ടമായി. എല്ലാവരും കുട്ടി മരിച്ചു പോകുമെന്ന് വരെ പേടിച്ചു. എല്ലാവരും പറയുകയാണ് ഇത് നമ്മുടെ സുബ്ബു കാരണമുള്ള ശാപം കാരണമാണ് അവളുടെ കുട്ടി മരിക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും അവളെ ഉപദ്രവിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് കല്ലുമായിട്ട് വരികയായിരുന്നു ഇവളെ കൊല്ലാൻ വേണ്ടി. പറയുകയാണ് കുഞ്ഞു മരിക്കുവാണെങ്കിൽ താൻ തന്നെ ആത്മഹത്യ ചെയ്തോളാമെന്ന് പറയുകയാണ്. പക്ഷെ ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ വരികയും ചെയ്യും. അവൾ ഗ്രാമത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ തീപ്പന്തവുമായിട്ട് ദേവിയുടെ മുന്നിലേക്ക് വരികയാണ്. ദേവിയെ മൂടിയിരുന്ന ഷാൾ അവൾ കത്തിക്കുകയായിരുന്നു. ശേഷം അവിടുത്തെ സ്ത്രീകൾ ആരും മുഖം മൂടാതെയായി.